Ennemcien. Entrance Physics number 6. Question number 26. The position of a particle moving along x-axis is given by x equals 2t square plus 10t plus 6, where x is in meter and t in second. Find the velocity and acceleration of the particle from the given set of values. Choice തന്നിരിക്കുന്നതിന് correct set of values തിരഞ്ഞെടുക്കുക. A. Velocity equals 10 meter per second. Acceleration equals 4 meter per second square. Velocity is 10 meter per second. Acceleration is 4 meter per second square. B. Initial velocity is 6 meter per second. Acceleration is 2 meter per second square. C. Initial velocity is 10 meter per second. Acceleration is 4 meter per second square. D. Velocity and acceleration vary with time. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ x equals 80 square plus 2t square plus 10t plus 6 എന്ന x ഈക്വൽസ്. ഇത് നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടല്ലോ എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ എസ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് സീറോയാണ്. അത് പണ്ട് ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, അതാണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എസ് ഈക്വൽസ് എക്സ് മൈനസ് എക്സ് സീറോ യു ടി പ്ലസ് ഓർ എക്സ് ഈക്വൽസ് എക്സ് സീറോ പ്ലസ് ഇങ്ങനെ. ഇതിൽ ഇവിടെ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് സീറോ ഈസ് 6, യു ഈസ് 10, യു ടി എക്സ് സീറോ പ്ലസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോമില ഇത്. അപ്പോൾ ഇവിടെ എക്സ് സീറോ ഈസ് 6 മീറ്റർ, എക്സ് സീറോ ആയത്. യു ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഹാഫ് എ ഈസ് 2. ഹാഫ് എയുടെ സ്ഥാനത്ത് ഇവിടെ 2 വന്നിരിക്കുന്നത്. ദെർഫോർ എ ഈക്വൽസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ തന്നിരിക്കുന്ന ചോയ്സ് നമുക്കിപ്പോൾ കിട്ടിയ എന്തുവാ? ആക്സിലറേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനിഷ്യൽ വെലോസിറ്റി യു ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണെന്ന് നോക്കണം. സി. Initial velocity is 10 meter per second. Acceleration is 4 meter per second square. അല്ല, ഇതിനെ കയറി ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ടത് കമ്പയർ ചെയ്താൽ മതി. Another one. Examine the two graphs given and choose the correct answer. A. The two represent the same motion, that of a body thrown vertically up. B. The two represent the same uniformly accelerated motion, not under gravity. C. Figure 1 represents one-dimensional motion, while figure 2 represents two-dimensional motion. D. They represent different motions. ഈ രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇത് 1, ഇത് 2. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫും ഇത് പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫുമാണ്. ഇവിടെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അതാണ് ആക്സിലറേഷൻ. വെർട്ടിക്കൽ ആക്സിസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ആക്സിസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. അതിവിടെ ഇപ്പോൾ വി ബൈ ടി എന്നാണ് വരുന്നത്. വി ബൈ ടി ഈസ് നത്തിങ് ബട്ട് ആക്സിലറേഷൻ. ഇവിടെ ആക്സിലറേഷൻ നോക്കി ഇത് 4 യൂണിറ്റാണ്, ഇതും 4 യൂണിറ്റാണ്. അപ്പോൾ 4/4 1 -1 എന്ന് വരും. ഇവിടെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ -1. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇത് ഗ്രാവിറ്റിയിലുള്ള മോഷൻ അല്ല എന്ന് വ്യക്തമായി. അത് 9.8 10 ആണല്ലോ വരണ്ടേ. അപ്പോൾ ആദ്യത്തെ ചോയ്സ് നമുക്ക് തള്ളിക്കളയാം.
The 2 represents same motion that of body thrown vertically up. അതിവിടെ വരില്ല, കാരണം ഇവിടെ ആക്സിലറേഷൻ -1 ആണ്. ഇനി ഇവിടെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റാണ് കിട്ടുന്നത്. ഇതിപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ എന്തോ ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഹാഫ് ബേസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് 4. ഹാഫ് ഇൻറ്റു 4 2, 2 ഇൻറ്റു 4 8 മീറ്റർ. അപ്പോൾ ഇത് 8 മീറ്ററാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ് അനുസരിച്ച് ഇത് പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് 10 കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിലെ ശരിയായ ചോയ്സ് ദ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് മോഷൻസ്. ദാറ്റ് ഈസ് ദി ആൻസർ. ഭാഗ്യമൊന്നും ഇനി ചേരില്ല. Another one. 2 trucks jointly pull a third one by means of a pulley tied to it. Acceleration of the trucks are, pulley in the trucks are A1 and A2. Then A1 is greater than A2. Then acceleration of the truck being pulled will be, 2 ട്രക്കുകൾ ഉപയോഗിച്ച് 3ാമത് ട്രക്കിനെ വലിച്ചു നീക്കുക എങ്കിൽ ആ വലിക്കാൻ ഉപയോഗിക്കുന്ന ട്രക്കുകളുടെ ആക്സിലറേഷൻ A1 A2 എങ്കിൽ ഏതാണോ വലിച്ചു നീക്കുന്നത് അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് A1 - A2 B A1 plus A2 C A1 plus A2 by 2 D root of A1 square plus A2 square. ഇതിപ്പോൾ 2 ട്രക്കുകൾ ഒരു പുള്ളി കൂടെ കോഡിട്ടിട്ട് ഒരു കേബിളിട്ടിട്ട് ഇതിനെ ഇങ്ങോട്ട്, ഈ ട്രക്കിനെ ഇങ്ങോട്ട് വലിക്കുക. ഇതിൻ്റെ ആക്സിലറേഷൻ A1, ഇതിൻ്റെ ആക്സിലറേഷൻ A2, ഇതിൻ്റെ ആക്സിലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ എങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ A ആണെങ്കിൽ SC, ഇത് സഞ്ചരിച്ച ദൂരം SC = ut plus half at², u 0 എന്നങ്ങ് എടുക്കുക. അപ്പോൾ SC = half at². ഇത് കവർ ചെയ്ത ദൂരം അതേസമയം കൊണ്ട് S1 = half A1t². ഇത് കവർ ചെയ്ത ദൂരം S2 = half A2t². പക്ഷേ ഇത് കവർ ചെയ്ത ദൂരം ഇത് കവർ ചെയ്ത ദൂരത്തിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കുമല്ലോ ഇത് കവർ ചെയ്ത ദൂരം. അതായത് SC = S1 plus S2 by 2 ആവണം. ഈ S1 S2 കൂടെ അങ്ങോട്ട് എളുപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ half A1 square T1 half A1 T1 square plus half A2 T2 square by 2. കോണെല്ലാം വെട്ടിക്കഴിഞ്ഞാൽ അല്ല ഇതിപ്പോൾ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു A1 plus A2 by 2 ഇൻറ്റു T² എന്നൊരു കോൺ ബ്രാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ half AT². എസ് ആയത് SC = half AT² എന്നാണ് കിട്ടിയിരിക്കുന്നത്. എയുടെ സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? A1 plus A2 by 2. That is the acceleration of the truck being towed or pulled. That is the answer. Another one. 2 boys who are at a distance of 20 kilometers from their camp must reach it together in the shortest possible time. They share a bicycle which they decide to use in turn. ഒരാൾ ചവിട്ടുമ്പോൾ മറ്റേ ആൾ നടന്നു പോകും. അത് കഴിഞ്ഞ് അവർ കൈമാറും. ആദ്യത്തെ ആൾ ചവിട്ടിക്കൊണ്ട് പോകും, മറ്റേ ആൾ നടന്നും പോകും. അങ്ങനെ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം. One of them started walking. ഒരാൾ നടക്കുകയാണല്ലോ at 5 km/h and the other on the bicycle at 10 km/h. 5 km/h and the other on the cycle at 10 km/h. At the intermediate position, the latter walks and the former uses the cycle.
keeping the above speed. The average speed of the boys. ഒരാൾ സൈക്കിളിൽ ഇഞ്ഞ് പോകുന്നു 10 km/h സ്പീഡിൽ, മറ്റേയാൾ നടന്നും പോകുന്നു 5 km/h. അപ്പോൾ നിശ്ചയിച്ചൊരു ദൂരം കഴിയുമ്പോൾ സൈക്കിളിൽ പോയ ആൾ നേരത്തെ അവിടെ ചെല്ലും, അവൻ കുറേ ആളോടെ വെയിറ്റ് ചെയ്യും. നടന്നു വരുന്നതും പുറകെ അല്ല വരുന്നത്. അവൻ നടന്നു വന്നു കഴിഞ്ഞാൽ അവൻ സൈക്കിളിൽ കൊണ്ട് പോകും, മറ്റവൻ ആദ്യത്തെ അവൻ നടക്കുകയും ചെയ്യുന്നു. എങ്കിൽ ഇവരുടെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ആകെ ദൂരം എസ് 20ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ദൂരം 20/2. അത് നടക്കുന്നവനെടുത്ത സമയം എത്ര? 20/2 × 5. നടക്കുന്നവന് പകുതി ദൂരം നടക്കുന്നു, രണ്ടുപേരും പകുതി ദൂരം നടക്കുന്നുണ്ട് എറ്റേൺ വെച്ച്. അപ്പം 5 km/h നടക്കുമ്പോൾ എടുത്ത സമയം എത്ര? 20/2. 10 km നടക്കുന്ന ഒരാൾ. അപ്പോൾ ബൈ വെലോസിറ്റി, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി 20/2 10/5 പ്ലസ് സൈക്കിളിൽ പോകുമ്പോൾ 20/2 × 10 ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ടോട്ടൽ ടൈം ഈസ് 3 hours എന്ന് വരും. എങ്കിൽ ടോട്ടൽ ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം 20/3, ദറ്റ് ഈസ് 6.67 km/h. ദറ്റ് ഈസ് യൂണിറ്റ്. ഇവിടെ ചോയ്സസ് 7.5 km/h, ബി 6.67 km/h, സി 11.2 km/h, ഡി 3.33 km/h. ഇതാണ് ചോയ്സുകൾ. അതിൽ 6.67 km/h ആണ് ആൻസർ. ഞാൻ നേരത്തെ പഴയ പോസ്റ്റിങ്ങിൽ ധാരാളം പ്രോബ്ലംസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് വിട്ടിട്ടുണ്ട്. തപ്പിയെടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.